Hi friends, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു സാധാരണ ഉഴുന്നുവടയല്ല കേട്ടോ. നമ്മൾ രാവിലത്തെ ദോശമാവൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ചായക്ക് കടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആ ദോശമാവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 കപ്പ് മാവ് ഉണ്ടത്. അപ്പോൾ ഇത് രാവിലത്തെ ദോശ ചുട്ടതിൻ്റെ ബാക്കിയുള്ള മാവാണ്. തലേദിവസം അരച്ച് വെച്ചിട്ട് പിന്നെ രാവിലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള നന്നായിട്ട് പൊളിച്ചിട്ടുള്ള മാവാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഏത് റവയായാലും കുഴപ്പമില്ല കേട്ടോ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് അങ്ങനെ അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. പിന്നെ സ്റ്റൗ ഓണാക്കിയിട്ട് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇവിടെ കളറൊക്കെ മാറി നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് പച്ചരി ഇട്ട് കൊടുക്കാം. നമ്മുടെ സാധാരണ പച്ചരി തന്നെയാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചരിയും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ ആ പച്ചരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവ് കുറച്ച് ടൈറ്റായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ടീസ്പൂണ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മുടെ മാവ് ലൂസായി പോവും. അപ്പോൾ ഞാനിതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദോശമാവിൽ ആദ്യം ഉപ്പ് ചേർത്തതായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി മാവ് ഇതുപോലെ ടൈറ്റായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്പം റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ കൂടി പോവുകയും ചെയ്യരുത്, അപ്പോൾ നമുക്ക് ഇത് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഉഴുന്നുവടൻ്റെ ആ ഒരു ലൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള മാവാണല്ലോ നമുക്ക് ഉഴുന്നുവടയ്ക്ക് തന്നെ കിട്ടുക. അപ്പോൾ നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കലാണത്, വെള്ളത്തിലൊക്കെ തൊട്ടിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ അടുത്ത് തന്നെ വെള്ളം വെക്കാം. എന്നിട്ട് നമ്മൾ കൈയൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് സാധാരണ ഉഴുന്നുവടയൊക്കെ ഷേപ്പാക്കി എടുക്കുന്നത് പോലെ തന്നെ ഷേപ്പാക്കി എടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ തീ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉൾവശമൊന്നും വേവാതെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഇവിടെ 2 സൈഡും നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൈഡായിട്ട് നല്ല എരിവുള്ള തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്